ശേഷം കുറേ ഉപദ്രവിച്ചിനി, എനിക്ക് നല്ലോണം ഉപദ്രവിച്ചിനി. പിന്നെ വേണ്ടാത്തെല്ലാം പറഞ്ഞിട്ട് ഇതാക്കും, ഞാൻ സമ്മതിച്ചില്ല അങ്ങ്. അതിന് ശേഷം ഇവരെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ സമ്മതിച്ചില്ല, അയാൾക്ക് സമ്മതിച്ചില്ല പറഞ്ഞെങ്കിൽ ഇവരെ കൊല്ലു, ഇല്ലെങ്കിൽ ഇവർ ഓടിപ്പിക്കും, നീ അവരെ കൂടെ ജീവിക്കാൻ വിടില്ല, പിള്ളേരെ കൂടെ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാത്ത സെക്സ് വീഡിയോ എല്ലാം കാണിക്കും, എനിക്ക് ഇങ്ങനെ ചെയ്യണം, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം, എനിക്ക് എപ്പോൾ അടുത്ത് കിട്ടില്ലല്ലേ, നീ ഇങ്ങനെ അങ്ങ് ചെയ്യണം, ഞാൻ പറയുമ്പോൾ നീ എൻ്റെ കൂടെ ഇങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിക്കും. പിന്നെ ഞാൻ 12 മണി രാത്രിയോളം ചിലപ്പോൾ ഇയാൾ വീഡിയോ കോൾ ആക്കിയിട്ട് നോക്കൂ ഞാൻ ഏടുണ്ടെന്ന്. സ്വന്തം മോളെ കാണുമ്പോൾ എൻ്റെ പോലെ തോന്നുന്നുണ്ടല്ല അവനക്ക് സുധാകർ മാഷിന് സ്വന്തം മോളെ കാണുമ്പോൾ നിന്റെ പോലെ ഉണ്ട്, കൊതിയാവുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാൻ അവൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ജബ്ബർ കൊലക്കേസിൽ ഞാൻ ഉള്ളിൽ പോയവൾ, അപ്പോൾ എനിക്ക് ഇതെല്ലാം ഒരു സംഭവം തന്നെ അല്ല. ആരോപണം ഉയർന്നതോടെ CPM ലോക്കൽ കമ്മിറ്റി അംഗവും എൻമകജെ പഞ്ചായത്ത് അംഗവുമായ സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അരുൺ പാറക്കൽ കാസർകോട്ട് നിന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വളരെ ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 48-കാരിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഇപ്പോൾ CPM നേതാവിനെതിരെ കേസെടുത്തതായി അറിയുന്നു. എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 48-കാരിയാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ 1995 മുതൽ 2023 വരെ ഈ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു, അതായത് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. യുവതിയുമായി ആദ്യഘട്ടത്തിൽ സൗഹൃദത്തിൽ ഏർപ്പെട്ട CPIM നേതാവ് പിന്നീട് ഇത് ഭീഷണിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. യുവതിയുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ മക്കളെയൊക്കെ ഉപദ്രവിക്കുമെന്നും ഇല്ലാതാക്കുമെന്നും പറഞ്ഞ യുവതിയെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതി കുമ്പള പോലീസിനെ കൈമാറിയിരുന്നു. പക്ഷേ പോലീസ് ഇതിൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇവർ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും തെളിവുകളും അതുപോലെ തന്നെ ഈ ഭീഷണി സന്ദേശവും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ പരാതി നൽകിയത്. ആ പരാതിക്ക് ശേഷമാണ് ഇപ്പോൾ കുമ്പള പോലീസ് സംഭവത്തിൽ കേസെടുക്കാൻ നിർബന്ധനായത്. എൻമകജെ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ കാട്ടുകുക്കെ ലോക്കൽ കമ്മിറ്റി അംഗം CPIMന്റെ കാട്ടുകുക്കെ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് S സുധാകരൻ. ഈ പരാതി ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി CPIM പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയെടുക്കുകയും ചെയ്തു. എന്തായാലും ഒടുവിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ട്.